ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദം പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് കൈമാറി. ADGP അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിക്കൂട്ടിലാക്കി പോലീസ് റിപ്പോർട്ട്. TCVയുടെ സംവേദനം പരിപാടി സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ചു. MN ലക്ഷം വീട് പദ്ധതിയിൽ നിർമ്മിച്ച ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കി പുനർനിർമ്മിക്കുന്നതിന് കാരണമായത് TCV ആണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ നെടുപുഴ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. പാല നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനാകും. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷം ഭക്തിസാന്ദ്രമായി. പതിവ് തെറ്റിക്കാതെ കുംഭാര സേവകർ വില്വാദ്രിനാഥനെ വണങ്ങാനെത്തി. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് തുടക്കം കുറിച്ച് കൂറയിടൽ ചടങ്ങ് നടന്നു. സംസ്ഥാന ബഡ്സ് കലോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. വയനാട് 21 പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. 15 പോയിന്റോടെ ആതിഥേയരായ തൃശൂരാണ് രണ്ടാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. ഉദ്യോഗസ്ഥ ഗൂഢാലോചന തള്ളിക്കൊണ്ടാണ് റിപ്പോർട്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം കളക്ടറുടെയും കമ്മീഷണറുടെയും യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ പ്രായോഗികമായി അംഗീകരിക്കാൻ തിരുവമ്പാടി ദേവസ്വം തയ്യാറായില്ലെന്നും പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഏകപക്ഷീയമായി തിരുവമ്പാടി ദേവസ്വം മുന്നോട്ടു പോയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പകൽ മുഴുവൻ പോലീസ് സംയമനം പാലിച്ചു. എന്നാൽ രാത്രി വെടിക്കെട്ടിന് മുന്നോടിയായി തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചില നടപടിക്രമങ്ങൾ നിയമപരമല്ലെന്ന് കണ്ടതോടെ പോലീസ് ഇടപെട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ 2024 ഒക്ടോബറിലാണ് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പും പൂരവും അടുത്തിരിക്കുന്നതിനാൽ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകില്ല. CCTV, ഫോൺ എന്നിവയുടെ ശാസ്ത്രീയ ഫലം വന്നിട്ടില്ലെന്നാണ് വിശദീകരണം. DIG തോംസൺ ജോസാണ് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയത്. സംസ്ഥാന സർക്കാർ 1972 നടപ്പിലാക്കിയ MN ലക്ഷം വീട് പദ്ധതിയിൽ നിർമ്മിച്ച ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കി പുനർനിർമ്മിച്ചതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മരത്താക്കരയിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കാരണം TCV ആണെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ ചീഫ് വിപ്പ് ആയിരിക്കെ TCVയുടെ സംവേദനം പരിപാടിയുടെ ഭാഗമായി 2 വീട്ടമ്മമാർ വിളിച്ച് MN നഗറിലെ ഒരു ചുമരിന് ഇരുവശത്തുമായി കഴിയുന്ന കുടുംബങ്ങളുടെ ദയനീയാവസ്ഥ പറഞ്ഞതാണ് ഇരട്ട വീട് ഒറ്റ വീടാക്കുന്നതിനുള്ള സർക്കാർ തീരുമാനത്തിന് വഴിവെച്ചതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പിന്നീട് സ്ഥലം സന്ദർശിച്ചപ്പോൾ കണ്ണു നനയിക്കുന്ന സ്ഥിതിയായിരുന്നു ഇരട്ട വീട്ടിലെ കുടുംബങ്ങളുടേത്. അന്ന് ആ കുടുംബങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കാനായെന്ന് മന്ത്രി പറഞ്ഞു. സംവേദനം എന്ന പരിപാടിയിൽ മരത്താക്കരയിൽ നിന്ന് 2 ചേച്ചിമാരെന്നെ നേരിട്ട് വിളിച്ച് ഞങ്ങളിങ്ങനെ ഒറ്റ ചുമര് മാത്രമുള്ള ഇരട്ട വീട് താമസിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. നേരിട്ട് വിളിച്ച് ഞങ്ങളിങ്ങനെ ഒറ്റ ചുമര് മാത്രമുള്ള ഇരട്ട വീട് താമസിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. ഞാനന്ന് MLA ചീഫ് വിപ്പാണ്. എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റും എന്ന് പൂർണ്ണമായി രൂപം എന്റെ മുമ്പിലില്ല. പക്ഷെ എങ്ങനെയും ഇത് പൂർത്തീകരിച്ച് പരിഹരിച്ചേ മതിയാകും എന്നെനിക്ക് തോന്നുന്നു. സംവേദനത്തിന്റെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞ കണ്ണു നനയ്ക്കുന്ന കാഴ്ചയാണ്. ഇരട്ട വീട്, നടുവിലൊറ്റ ചുമര്. ഒരു സ്വകാര്യം വേറെ ആരോടെങ്കിലും പറയാൻ പറ്റില്ല. ഇപ്പുറത്തെ വീട്ടിലെ രാഷ്ട്രീയക്കാരൻ കേൾക്കും. ഒരു വീടിന് ഒറ്റ ചുമര് മാത്രം, അതിനപ്പുറത്തും ഇപ്പുറത്തും 2 വീടുകൾ. അന്നതൊരു ചെറിയ കാര്യമായിരുന്നില്ല. നാട്ടുകാർ പറയണതനുസരിച്ച് തമ്പുരാൻ സഹായിച്ചിട്ട് പറഞ്ഞ വാക്കും ഇട്ട കല്ലും ഒന്നും വെറുതെയായി പോയിട്ടില്ല. പദ്ധതി പ്രകാരം 39 വീടാണ് മരത്താക്കര MN നഗറിൽ നിർമ്മിക്കുന്നത്. ഇതിൽ 30 വീടുകൾ പൂർത്തിയായി. പൂർത്തിയായ വീടുകളുടെ താക്കോൽ കൈമാറ്റം മന്ത്രി കെ രാജൻ നിർവഹിച്ചു.
സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർപേഴ്സൺ TV ബാലൻ അധ്യക്ഷത വഹിച്ചു. ബോർഡ് അംഗം ഗീതാ ഗോപി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, വൈസ് പ്രസിഡന്റ് മിനി റെജി, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിൻസി അക്കരപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. തൃശൂർ നെടുപുഴ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. റെയിൽവേ ഗേറ്റിന് സമീപം നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ബോറിംഗ് പ്രവൃത്തികൾക്കാണ് തുടക്കമായത്. കോർപ്പറേഷൻ മുൻ കൌൺസിലർ AR രാഹുൽനാഥ്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാലത്തിന്റെ അപ്രോച്ച് റോഡിനും ഡ്രെയിനേജ് സംവിധാനത്തിനുമായി 90 ഉടമകളിൽ നിന്ന് 68.86 സെന്റ് ഭൂമി റവന്യൂ വകുപ്പ് ഏറ്റെടുത്തിരുന്നു. 36,23,00,000 രൂപ ചെലവഴിച്ചുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവായി ജില്ലയിലെ 2 ദേശീയപാതകളെ ബന്ധിപ്പിക്കാനാകും. ഇതോടനുബന്ധിച്ച് 10 കോടി രൂപ ചെലവിട്ട് നെടുപുഴയിൽ നിന്ന് അരണാട്ടുകരയിലേക്കുള്ള റോഡ് നവീകരിക്കുന്ന പ്രവർത്തനങ്ങളും ആരംഭിക്കും. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷം ഭക്തിസാന്ദ്രമായി. പതിവ് തെറ്റിക്കാതെ കുംഭാരസേവകർ വില്വാദ്രിനാഥനെ വണങ്ങാനെത്തി. രാമ ഹനുമാന്മാരുടെ വിഗ്രഹങ്ങളും പൂജാ സാമഗ്രികൾ നിറച്ച പെട്ടികളും തലയിലേന്തി കുംഭാരസേവകർ നടപ്പന്തലിൽ രാമമന്ത്രങ്ങളാൽ പ്രദക്ഷിണം നടത്തി. നാലമ്പലത്തിനകത്ത് കയറി പൂജയും നടത്തിയാണ് കുംഭാരസേവകർ മടങ്ങിയത്. ക്ഷേത്രത്തിൽ ഗവാള പൂജ നടന്നു. ആക്കപ്പറമ്പ് പ്രകാശ് നിവാസിൽ സുന്ദരൻ ചെട്ടിയാരുടെ നേതൃത്വത്തിലാണ് ഗവാള പൂജ നടത്തുന്നത്. സുന്ദരൻ ചെട്ടിയാരുടെ മകൻ പ്രകാശൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മണ്ണൂർ രാജകുമാര നെല്ലൂരിന്റെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് കൂറയിടൽ ചടങ്ങ് നടന്നു. 18 വേലയിലെ അരക്കാവ് മാമാങ്കം കൂറയിടലാണ് എന്നാണ് ഐതിഹ്യം. ഇക്കുറി മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത് തെക്കുങ്കര ദേശമാണ്. തട്ടകത്ത് നിന്ന് മുറിച്ചെടുത്ത പച്ചമുള ആർപ്പു വിളികളോടെ തട്ടക നിവാസികൾ തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് മുളകീറി അലകുകളാക്കി പടി രൂപത്തിലാക്കി വടക്കേ നടയിൽ സ്ഥാപിച്ചതോടെ മാമാങ്കം കൂറയിട്ടു. തെക്കുങ്കര ദേശം പ്രസിഡന്റ് രഘു പാലിശ്ശേരി, സെക്രട്ടറി PK രാമചന്ദ്രൻ, ട്രഷറർ MV പ്രവീൺ, K പ്രകാശൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വേണുഗോപാലനാണ് ദേശത്തെ തച്ചൻ. ഈ മാസം 17 മച്ചാട് മാമാങ്കം. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറൽ ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാനയ്ക്ക് തൃശൂരിൽ തുടക്കമായി. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിൽ 2 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായവർക്കായി പ്രത്യേകമായ ബഡ്സ് നയം കൊണ്ടുവരാനുള്ള പ്രതിജ്ഞാബദ്ധമായ ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാരെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സമൂഹബദ്ധമായി മുന്നോട്ട് പോകുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനെത്തിയ അമേരിക്കൻ സോഷ്യൽ വർക്കർ അമാൻഡ ചടങ്ങിൽ മുഖ്യ അതിഥിയായി. കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത് കെ ദീപക് എന്നിവർ പങ്കെടുത്തു. നിള, കബനി, ഭവാനി, പെരിയാർ എന്നിങ്ങനെ നാമകരണം ചെയ്ത 4 വേദികളിലായി 22 വിഭാഗങ്ങളിലായി 14 ജില്ലകളിൽ നിന്നുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപനങ്ങളിലെ 600-ൽ പരം പ്രതിഭകളാണ് കലാപ്രകടനങ്ങളുമായി മാറ്ററിയിക്കുന്നത്. TCV തൃശൂർ. പരിമിതികളെ അവസരങ്ങളാക്കി മാറ്റിയ വിഭിന്നശേഷിക്കാരുടെ പ്രകടന മികവിനാൽ സമ്പന്നമായിരുന്നു തില്ലാനയുടെ ആദ്യ ദിനം. വയനാട് 21 പോയിന്റോടെ 1-ാം സ്ഥാനത്ത് തുടരുന്നു. 15 പോയിന്റോടെ ആതിഥേയരായ തൃശൂർ 2-ാം സ്ഥാനത്താണ്. ശാരീരിക അവശതകൾ പോലും മറന്ന് അവർ വേദിയിലെത്തി. പോരായ്മകളെ പടിക്ക് പുറത്ത് നിർത്തിയവരുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ കലയുടെ ഊർജം നിറഞ്ഞു. ആലാപന മാധുര്യവും നൃത്തച്ചുവടുകളുമെല്ലാമായി അരങ്ങിൽ നിറഞ്ഞവർക്ക് സദസ്സ് നിറഞ്ഞ കയ്യടിയിലൂടെ നൽകിയത് മികച്ച പ്രോത്സാഹനവും. ഇങ്ങനെ ശാരീരിക ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് തങ്ങളുടെ കഴിവുകൾ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കാനുള്ള മികച്ച അവസരമായി മാറുകയാണ് സംസ്ഥാന ബഡ്സ് കലോത്സവം. പ്രതിഭകളുടെ മിന്നും പ്രകടനങ്ങൾ കൊണ്ട് കലോത്സവത്തിന്റെ ആദ്യ ദിനം വർണ്ണാഭമായി. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലെ നാടൻ പാട്ടാണ് 1-ാം വേദിയിൽ അരങ്ങേറിയത്. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നാടോടി നൃത്തമായിരുന്നു വേദി 2-ൽ നടന്നത്. ചടുല ചുവടുകളുമായി വേദി നിറഞ്ഞാടിയ കൂട്ടുകാർ കലാനഗരിയിൽ ആവേശം നിറച്ചു. ഓപ്പൺ ഗ്രൗണ്ടിൽ അരങ്ങേറിയ ബാൻഡ് മേളം മത്സരാവേശം ഇരട്ടിപ്പിച്ചു. വെയിലും ചൂടും പൊടിയും കാറ്റുമൊന്നും സംഘാംഗങ്ങളുടെ താളമികവിന് പ്രതിരോധമായില്ല. ജനകീയ ഇനമായ ഒപ്പന, എംബോസ്ഡ് പെയിന്റിംഗ്, കളറിംഗ്, പേപ്പർ ക്രാഫ്റ്റ്, പെൻസിൽ ഡ്രോയിങ്, കീബോർഡ് എന്നിവയും 1-ാം ദിനത്തെ സജീവമാക്കി. സമാപന ദിനമായ ശനിയാഴ്ച ഫാൻസി ഡ്രസ്, സംഘനൃത്തം, ചെണ്ട, മിമിക്രി, ലളിതഗാനം, പദ്യം ചൊല്ലൽ എന്നിവയും അരങ്ങേറും. TCV തൃശൂർ. പാലക്കാട് മെമുവിന് കോച്ചുകൾ കൂട്ടി. പാലക്കാട് എറണാകുളം മെമു ട്രെയിനുകൾ ഈ മാസം 23 മുതൽ 12 കോച്ചുകളുമായി ഓടും. ഇത് സംബന്ധിച്ച് റെയിൽവേ ഉത്തരവ് പുറത്തിറങ്ങി. നിലവിൽ ഈ ട്രെയിൻ 8 കോച്ചുകളായാണ് സർവീസ് നടത്തുന്നത്. അതും ചൊവ്വ ഒഴികെ ആഴ്ചയിൽ 6 ദിവസം മാത്രം. തിരക്കേറിയ മെമു 16 കോച്ചുകളോടെ ദിവസേന ഓടണമെന്ന് യാത്രികർ ഏറെക്കാലമായി ആവശ്യപ്പെട്ടു വരുന്നതാണ്. നാടക ചലച്ചിത്ര നടി കലാലയം രാധ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. അന്തരിച്ച നാടക കലാകാരൻ ജോസ് പായമലിന്റെ ഭാര്യയാണ്. ഇരുവരും നാടകങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു. തൃശൂർ പൂരം പ്രദർശനത്തിൽ 50 വർഷം തുടർച്ചയായി തത്സമയ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നടിക്കുള്ള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് 4 തവണ നേടിയിട്ടുണ്ട്. അച്ചുവിന്റെ അമ്മ, സൂര്യാധാനം, രാത്രികൾ നിനക്കുവേണ്ടി, ഇസബെല്ല, ജംന പ്യാരി, ചിൽഡ്രൻസ് പോലീസ് തുടങ്ങിയ സിനിമകളിലും നിരവധി ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പൂജാരി അറസ്റ്റിൽ. എറിയാട് പേബസാർ കൊണ്ടിയാറ വീട്ടിൽ ഷാജിയാണ്
കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്ഷേത്രത്തിലെത്തിയ 14 വയസ്സുകാരിയെയാണ് ഇയാൾ 4 തവണ പീഡിപ്പിച്ചത്. 2024-ലും 2025-ലുമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മുണ്ടൂർ ആറമ്പള്ളിയിൽ കാട്ടുപന്നിക്കൂട്ടം വാഴകൾ നശിപ്പിച്ചു. കർഷകരായ ശശിധരൻ കണ്ടിരുത്തി, രവീന്ദ്രൻ കണ്ടിരുത്തി, സജിലൻ കണ്ടിരുത്തി എന്നിവരുടെ 100ഓളം വാഴകളാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. കർഷകരുടെ പരാതിയെ തുടർന്ന് കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള സുബ്രഹ്മണ്യൻ, വൈസ് പ്രസിഡന്റ് ലിൻഡി ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CV കുര്യാക്കോസ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കർഷക പ്രതിഷേധത്തെ തുടർന്ന് ഉണക്ക് ഭീഷണിയിലായ നെൽപ്പാട ശേഖരങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടാൻ നടപടിയായെങ്കിലും പാടത്തേക്ക് വെള്ളമെത്തിയില്ലെന്ന് ആക്ഷേപം. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ താറാവ് തീറ്റക്കായി വെള്ളം കയറ്റി നിർത്തുന്നതാണ് കാരണമെന്ന് കർഷകർ. അരിമ്പൂർ, കൊടയാട്ടി, അന്തിക്കാട് പടവുകളിൽ 2400 ഏക്കറിലേറെ നെൽകൃഷി ഉണക്ക് ഭീഷണിയിലായതിനെ തുടർന്ന് കർഷക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതോടെ വെള്ളമെത്തിക്കാൻ നടപടിയായെങ്കിലും ഇറിഗേഷൻ കനാലിലൂടെ എത്തുന്ന വെള്ളം പല പടവുകളിലേക്കും നിർദ്ദേശം മറികടന്ന് താറാവ് കൃഷിക്കായി കൊണ്ടുപോകുകയാണ്. ഇതുമൂലം വെള്ളം ആവശ്യമുള്ള പാടശേഖരങ്ങളിൽ വെള്ളമെത്താത്ത സ്ഥിതിയാണ്. ഇതുവരെയായിട്ടും വെള്ളം എത്തിയിട്ടില്ല. ഇതിന്റെ അടിസ്ഥാന കാരണം പുറംചാലിലെ വെള്ളം ചാല് വീർക്കാത്തതാണ്. ചാല് വീർത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ വേണ്ടത്ര വെള്ളം പാടശേഖരത്തിലേക്ക് എത്തുള്ളൂ. അത് എത്താത്തതുകൊണ്ട് നെല്ല് കരിഞ്ഞു പോകുന്ന സ്ഥിതിയാണ്. എല്ലാ സ്ഥലത്തും വെള്ളം എത്തിയെന്നൊക്കെയാണ് പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞത്. പക്ഷെ വന്ന് നോക്കുമ്പോൾ ഇതുവരെയും വെള്ളം എത്തിയിട്ടില്ല. മനസ്സിലാക്കാൻ കഴിയുന്നത് പല കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലേക്കും വെള്ളം തുറക്കുന്നത് മൂലമാണ് ഇവിടെ എത്താത്തതെന്നാണ് മനസ്സിലാവുന്നത്. താറാവ് കൃഷിക്കാണ് കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലേക്ക് വെള്ളം തുറക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. കടം വാങ്ങിയും ആഭരണം പണയം വെച്ചും പലിശക്കെടുത്തും കൃഷി ചെയ്യുന്നവരാണ് പലരും. പ്രതീക്ഷിച്ച വിളവ് കിട്ടിയില്ലെങ്കിൽ ഇവർ സാമ്പത്തികമായി തകരും. തടയണ നിർമ്മാണത്തിനായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് 2 ആഴ്ചയിലധികമാണ് വെള്ളം തടഞ്ഞുവെച്ചത്. കൊയ്ത്തുകഴിഞ്ഞ് പാടത്തേക്ക് ഇറിഗേഷൻ കനാലിലെ വെള്ളം കൊണ്ടുപോകുന്നതുമൂലം മെയിൻ ചാലിൽ ജലനിരപ്പ് ഉയരാത്തതാണ് പടവിലേക്ക് വെള്ളമെത്താതിരിക്കാൻ കാരണം. കൃഷിവകുപ്പ് ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് കർഷകരുടെ ആക്ഷേപം. 3 ഏക്കറോളം ഈ ഭാഗത്തായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തുള്ള നെല്ല് വെള്ളം കിട്ടാത്ത കാരണത്താൽ നശിച്ചു പോവുകയാണ് ഉണ്ടായേക്കണത്. ഏകദേശം 90 ദിവസത്തോളമായിട്ട് കതിര് വന്നേക്കുന്ന നെല്ലാണ് നശിച്ചേക്കുന്നത്. പുറംചാലിൽ വെള്ളം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വെച്ചാലും ഇവിടെ ഞങ്ങൾക്കൊന്നും വെള്ളം എത്തിയിട്ടില്ല. വേണ്ടപ്പെട്ടവർ അതിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ട് ഞങ്ങളെ രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെട്ട് നിയമലംഘനം നടത്തുന്ന പാടശേഖര സമിതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. പൊതുപ്രവർത്തനത്തിന്റെ വേറിട്ട മാതൃകയാണ് തേറമ്പിൽ രാമകൃഷ്ണൻ എന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ. ലീഡർ സ്മാരക പുരസ്കാരം മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണന് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുന്നിയൂർക്കുളത്ത് നടന്ന ചടങ്ങിൽ ലീഡർ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ P ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പോക്സോ കേസിൽ ഗുരുവായൂർ പോലീസ് പ്രതിയാക്കിയ കാവീട് സ്വദേശി നവീനെ ചാവക്കാട് പോക്സോ കോടതി വെറുതെ വിട്ടു. പ്രതിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റവിമുക്തനാക്കിയത്. പ്രതിക്കുവേണ്ടി അഡ്വക്കേറ്റ് മഹിമ രാജേഷ് കോടതിയിൽ ഹാജരായി. ആചാരി തിരുവത്ര എന്ന പേര് കേൾക്കാത്ത റേഡിയോ ശ്രോതാക്കൾ ഉണ്ടാകില്ല. റേഡിയോ നിലയങ്ങളിലേക്ക് ആചാരി തിരുവത്ര എന്ന മോഹൻദാസ് കത്തുകൾ അയക്കാൻ തുടങ്ങിയിട്ട് 1/2 നൂറ്റാണ്ട് പിന്നിടുകയാണ്. ജൻവാണി 90.8 MHz കമ്മ്യൂണിറ്റി FM റേഡിയോ പാനൂർ, കണ്ണൂർ. ഇന്നത്തെ അതിഥി
ആചാരി തിരുവത്ത ഉൾപ്പെടെ എല്ലാ ശ്രോതാക്കൾക്കും ഉച്ചപ്പാട്ട് പരിപാടിയിലേക്ക് സാദരം. തിരുവത്ര കുഞ്ചേരി സ്വദേശിയായ ആചാരി തിരുവത്ര 13-ാം വയസ്സ് മുതലാണ് റേഡിയോ നിലയങ്ങളിലേക്ക് കത്തുകൾ അയക്കാൻ തുടങ്ങിയത്. റേഡിയോ പങ്ക്തികളായ നിങ്ങളുടെ കത്തുകളിലും എഴുത്തുപെട്ടിയിലും ഇദ്ദേഹത്തിന്റെ പേര് നിരന്തരം കേൾക്കാം. ഇത്രയും വർഷം കൊണ്ട് 40,000-ൽ പരം കത്തുകൾ ആകാശവാണിയുടെ വിവിധ ശാഖകളിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് ആചാരി പറയുന്നു. ഈ 13-ാമത്തെ വയസ്സിൽ റേഡിയോ തുടങ്ങിയത് അതൊരു എന്തെന്നാ പറയുക, അതൊരു ഭയങ്കര അനുഭവമുള്ളൊരു കാര്യമാണത്. കാരണം അന്ന് എൻ്റെ വീട്ടിൽ റേഡിയോ ഇല്ലായിരുന്നു. അപ്പോൾ അയൽ വീടുകളിൽ പോയിട്ടായിരുന്നു ഞാൻ റേഡിയോ പരിപാടികൾ കേട്ടിരുന്നത്. ഈ എൻ്റെ റേഡിയോ ഭ്രമം കണ്ട് എൻ്റെ മാതാപിതാക്കൾ അന്ന് എനിക്കൊരു റേഡിയോ വാങ്ങിച്ചു തന്നു, മർഫി റേഡിയോ. അന്ന് മുതൽ ഞാൻ റേഡിയോയുടെ ആരാധകനാണ്. ഇപ്പോൾ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഞാൻ ആകാശവാണി പരിപാടികൾ കേൾക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ ആകാശവാണിയുടെ പരിപാടികൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും മകളും കൂടി റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അന്ന് അത് കേട്ടിട്ടെങ്കിലും ഞാൻ എഴുതും. ഞാനിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഒരു പോക്കറ്റ് റേഡിയോ എൻ്റെ കയ്യിലുണ്ടാവും. ആ പോക്കറ്റ് റേഡിയോയിലെ പരിപാടികൾ കേട്ട് ഞാൻ ഒരിക്കലും പരിപാടി കേൾക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പരിപാടികൾ കേട്ട് എല്ലാ ദിവസവും ഞാൻ റേഡിയോയിലേക്ക് അയക്കാറുണ്ട്. ആകാശവാണിയുടെ തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്, മഞ്ചേരി, കണ്ണൂർ, ദേവികുളം, കൊച്ചി നിലയങ്ങളുമായി നല്ല ബന്ധമാണ്. എല്ലാ റേഡിയോ പരിപാടികളും സ്ഥിരമായി കേൾക്കും. പല പരിപാടികളിലും സ്റ്റുഡിയോയിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഒരു പോക്കറ്റ് റേഡിയോയാണ് ആചാരിയുടെ സന്തത സഹചാരി. ജോലിയുടെ ഇടവേളകളിൽ റേഡിയോ പരിപാടികൾ ആസ്വദിക്കും. ഓരോ ദിവസത്തെയും പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ എഴുതി കഴിഞ്ഞ് മാത്രമേ ഉറങ്ങാറുള്ളൂ. കഥാകൃത്ത്, കവി, ഗായകൻ, നടൻ, നിരൂപകൻ എന്നീ നിലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഈ 63-കാരൻ. TCV ന്യൂസ്, ചാവക്കാട്. വിയ്യൂർ മണലാറുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലയ്ക്ക് ആയിരങ്ങളെത്തി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങൾ ക്ഷേത്രത്തിൽ സംഗമിച്ചു. എഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാരും അരുൺ വാര്യരും പ്രാമാണികത്വം വഹിച്ചു. പഞ്ചാരി മേളത്തിന് ചെറുശ്ശേരി കുട്ടൻ മാരാർ നേതൃത്വം നൽകി. തൃക്കൂർ, അളഗപ്പനഗർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഞെള്ളൂർ വെണ്ടൂർ പാലം നിർമ്മാണം അധികൃതരുടെ അനാസ്ഥ മൂലം പാതി വഴിയിൽ നിലച്ചു. 2020 കരാർ അംഗീകാരമായ പാലം അനാസ്ഥയും പ്രതികൂല കാലാവസ്ഥയും വിലങ്ങുതടിയായപ്പോൾ നിർമ്മാണം എങ്ങുമെത്താത്ത നിലയിലാണ്. പണി പാതി വഴിയിൽ നിൽക്കെ രൂപരേഖ മാറ്റിയതും എസ്റ്റിമേറ്റ് തുക ഇരട്ടിയായി ഉയരുകയും ചെയ്തതോടെ കരാറുകാർ പിന്മാറിയതാണ് പാലനിർമ്മാണം നിലയ്ക്കാൻ കാരണം. ഞെള്ളൂർ തോട്ടുരുത്തി തോട്ടിൽ വെള്ളം കൂടുകയും കോവിഡ് നിയന്ത്രണങ്ങളും കൂടിയായതോടെ 2021 ഫെബ്രുവരിയിലാണ് പാലം പണി തുടങ്ങിയത്. ഭരതയിൽ നിന്ന് കല്ലൂർ സുറായി പള്ളിക്ക് സമീപത്തുകൂടി മണലിപ്പുഴയിൽ ചേരുന്ന തോട്ടിൽ വെള്ളം ഉയരുന്നതിനാൽ ബണ്ട് കെട്ടിയാണ് പാലം പണിയുന്നത്. കൊടകരയിലെ സ്വകാര്യ കരാർ കമ്പനിക്കായിരുന്നു പാലത്തിന്റെ നിർമ്മാണ കരാർ. തോട്ടിലെ നീരൊഴുക്കിന് തടസ്സം വരാതിരിക്കാൻ ഇടയിൽ തൂണുകൾ ഇല്ലാത്ത വിധമായിരുന്നു പാലത്തിന്റെ രൂപകൽപ്പന. ഉറപ്പില്ലാത്ത സ്ഥലത്ത് മണ്ണ് പരിശോധന നടത്തിയ ശേഷം കോക്കനട്ട് പൈലിംഗ് നടത്തിയാണ് അന്ന് പണി തുടങ്ങിയത്. എസ്റ്റിമേറ്റിൽ പറയുന്നതിനേക്കാൾ അധികം തെങ്ങിൻ തടികൾ പൈലിംഗിന് ആവശ്യം വന്നിട്ടും അധികൃതർ വരാനിരിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞില്ല. പാലത്തിന് ഉയരം കുറവാണെന്നും രൂപരേഖ മാറ്റണമെന്നും കരാറുകാർ വകുപ്പിനെ അറിയിച്ചിരുന്നുവെങ്കിലും അടിയന്തരമായി തുടങ്ങാനായിരുന്നു വകുപ്പ് നിർദ്ദേശം. എന്നാൽ 2 മാസത്തിനു ശേഷം മഴയെത്തിയതോടെ തോട്ടിലെ ബണ്ട് പൊട്ടിച്ച് പണി മുടങ്ങി. 2022 ജനുവരിയിൽ വീണ്ടും ബണ്ട് കെട്ടി പണി തുടങ്ങി. ഫെബ്രുവരിയിൽ കോൺക്രീറ്റ് പൈലിംഗ് പൂർത്തിയാക്കി.
മാർച്ചിൽ വിദഗ്ധ സംഘം പൈൽ ഇന്റഗ്രിറ്റി പരിശോധന നടത്തി. വീണ്ടും 2023 ഏപ്രിലിൽ പണി തുടങ്ങി. മെയ്യിൽ ബണ്ട് പൊട്ടി, പണിയും മുടങ്ങി. 2024 ഏപ്രിലിൽ പാലത്തിന്റെ സ്ലാബ് പണി തുടങ്ങിയെങ്കിലും പാലത്തിന് ഉയരം കൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പണി തടഞ്ഞു. കരാറുകാർക്ക് കെട്ടിയ സ്ലാബ് പൊളിക്കേണ്ടി വന്നു. പാലത്തിന്റെ തൂണുകൾ 80 സെന്റിമീറ്റർ ഉയരം കൂട്ടണമെന്നും അതിനു മുകളിൽ സ്ലാബ് ഇടണമെന്നുമായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. 50 ലക്ഷം രൂപ കരാറിൽ പണിയാരംഭിച്ച പാലത്തിന് പുതിയ എസ്റ്റിമേറ്റ് തുക 1 കോടിക്ക് മുകളിലായിരുന്നു. അതോടെ കരാറുകാർക്ക് പണി മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിലായി. തുടർന്ന് നിലവിൽ പൂർത്തിയായ പണിയുടെ തുകയും ഡെപ്പോസിറ്റും നഷ്ടപരിഹാരവും തീർത്ത് പണിയിൽ നിന്ന് ഒഴിവാക്കാൻ കരാറ് കമ്പനി ആവശ്യപ്പെട്ടു. എന്നാൽ പാലം പണിയാൻ പുതിയ ടെൻഡർ വിളിക്കുകയായിരുന്നു അധികൃതർ. അതോടെ കരാറുകാർ കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിച്ചു. അതോടെ ടെൻഡറും റീടെൻഡറും സ്റ്റേയും കോടതി നടപടിയുമായി പാലം പണിയും അവതാളത്തിലായി. TCV ന്യൂസ്, പുതുക്കാട്. കാളിയാറോഡ് ചന്ദനക്കുടം നേർച്ച ശനിയാഴ്ച ആഘോഷിക്കും. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ മൗലീദ് പാരായണവും ഖത്തം ദുആയും നടന്നു. തുടർന്ന് അന്നദാനവും നടക്കും. തുടർന്ന് വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടിയേറ്റം നടക്കും. യുവജന കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നേർച്ചകൾ ഞായറാഴ്ച പുലരും വരെ പള്ളിയിലെത്തും. കുഴൂർ പഞ്ചായത്തിലെ തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം വീണ്ടും നിലച്ചു. കരാറുകാരന് പണം കിട്ടാത്തതാണ് റോഡിന്റെ ടാറിടൽ അവതാളത്തിലാകാൻ കാരണം. 4 വർഷമായി നാട്ടുകാർ പൊടി തിന്ന് കഴിയുന്നതിനിടയിൽ ഒരാഴ്ച മുൻപാണ് തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിൽ ടാറിടൽ തുടങ്ങിയത്. തെക്കൻ താണിശ്ശേരി മുതൽ ഐരാണിക്കുളം വരെയുള്ള 1 കിലോമീറ്ററോളം ഭാഗം ടാറിടൽ നടത്തിയ ശേഷമാണ് പണി നിർത്തിവെച്ചത്. ഇതുവരെയുള്ള ബില്ലിൽ 45 ലക്ഷത്തോളം രൂപ കരാറുകാരന് ലഭിക്കാനുണ്ട്. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം 2022 ഏപ്രിൽ 13-നാണ് തുടങ്ങിവെച്ചത്. 3.86 കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണം ഒച്ചിന്റെ വേഗത്തിൽ പോലും നീങ്ങിയില്ല. ആദ്യ കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയതിനെ തുടർന്നാണ് ശേഷിക്കും ഭാഗം പൂർത്തിയാക്കാൻ മറ്റൊരു കരാറുകാരന് നൽകിയത്. 207.64 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന്റെ ആദ്യ കരാർ. കൂടാതെ 18.69 ലക്ഷം രൂപ 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികൾക്കുമുണ്ട്. ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് നിലവിൽ പണി ഏറ്റെടുത്ത കരാറുകാരനും മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചത്. മണ്ണ് റോഡിൽ നിരത്തിയ ശേഷം പണി നിർത്തിവെച്ചിരിക്കുകയാണ്. പൊടിശല്യം കാരണം ഈ പ്രദേശത്തുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഏറെക്കുറെ പൂട്ടിയ അവസ്ഥയിലാണ്. ജനപ്രതിനിധികളും നേതാക്കളും ഉദ്യോഗസ്ഥരും നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നപ്പോൾ വർഷങ്ങളായി പൊടി തിന്ന് ജീവിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. ഇനി എന്ന് ശേഷിക്കുന്ന ഭാഗം ടാറിടൽ നടത്തുമെന്ന കാര്യത്തിൽ നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ്. TCV ന്യൂസ്, മാള. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ കോൺക്രീറ്റ് സ്ലാബുകളിലേക്ക് കാറും ബൈക്കും ഇടിച്ചുകയറി 4 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വഴി തിരിച്ചുവിടാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതാണ് അപകടങ്ങൾക്കിടയാക്കിയത്. വേഗതയിൽ എത്തുന്ന വാഹനങ്ങൾക്ക് റോഡ് തിരിച്ചറിയാൻ കഴിയാതെ കൂട്ടിയിട്ട സ്ലാബുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കരാർ കമ്പനി പ്രദേശത്ത് അപകട സൂചന ബോർഡ് സ്ഥാപിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,280, പവന് 1,14,240.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദം, പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് കൈമാറി. ADGP അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിക്കൂട്ടിലാക്കി പോലീസ് റിപ്പോർട്ട്. TCVയുടെ സംവേദനം പരിപാടി സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ചു. MN ലക്ഷം വീട് പദ്ധതിയിൽ നിർമ്മിച്ച ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കി പുനർനിർമ്മിക്കുന്നതിന് കാരണമായത് TCV ആണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ നെടുപുഴ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനാകും. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷം ഭക്തിസാന്ദ്രമായി. പതിവ് തെറ്റിക്കാതെ കുംഭാരസേവകർ വില്വാദ്രിനാഥനെ വണങ്ങാനെത്തി. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് തുടക്കം കുറിച്ച് കൂറയിടൽ ചടങ്ങ് നടന്നു. സംസ്ഥാന ബഡ്സ് കലോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. വയനാട് 21 പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. 15 പോയിന്റോടെ ആതിഥേയരായ തൃശൂരാണ് രണ്ടാം സ്ഥാനത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.